മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ വിമർശിച്ച് ജ്ഞാനപീഠം നേതാവ് എം ടി വാസുദേവൻ നായർ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണ്. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടി ആൾക്കൂട്ടത്തെ ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം. എന്നാൽ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കലാണ് പ്രധാനമെന്നും എം ടി വാസുദേവൻ നായർ പറയുന്നു. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സമീപകാല രാഷ്ട്രീയ സംഭവ പശ്ചാത്തലത്തിലൊക്കെ കടുത്ത വിമർശനമാണ് എം ടി നടത്തുന്നത്. ഈ പരിപാടി എന്തായിരുന്നു? ഈ വിമർശനത്തിന്റെ പശ്ചാത്തലം എന്താണ് രാഹുൽ? ഹാഷ്മി, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ദിനമായിരുന്നു ഇന്ന്. എം ടി വാസുദേവൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മാറിയതിന് പിന്നാലെയായിരുന്നു എം ടി വാസുദേവൻ നായർ സംസാരിച്ചത്. ആ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിമർശനം. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണ്. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ കുഴിച്ചുമൂടിയെന്നും അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുകയാണ്. അതോടൊപ്പം ആൾക്കൂട്ടത്തെ ശോഭിപ്പിക്കാം, ആരാധരാക്കാം, എന്നാൽ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കുകയാണ് പ്രധാനം. പക്ഷെ അതിന്ന് ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ആരാധിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധേയമാകുന്ന സാഹചര്യത്തിലാണ് എം ടി വാസുദേവൻ നായരുടെ പരോക്ഷമായ വിമർശനം. മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി പരോക്ഷമായ വിമർശനം അദ്ദേഹത്തിനെതിരെയുള്ളതാണെന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ നേതൃത്വ പൂജകളിലൊന്നും തന്നെ കാണാതിരുന്ന വ്യക്തിയായിരുന്നു EMS എന്ന് പറയുന്നത്. അതുകൊണ്ട് EMS പേര് കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. EMS ഇത്തരത്തിലുള്ള വ്യക്തി പൂജകളിലോ നേതൃത്വ പൂജകളിലോ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മാതൃകയാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൂടിയാണ് എം ടി വാസുദേവൻ നായർ വിമർശനമായി ഉന്നയിക്കുന്നത്. ഹാഷ്മി, എം ടി വാസുദേവൻ നായർ പറയുകയാണ്, മൂല്യ രാഷ്ട്രീയം കുഴികുത്തി മൂടി എന്ന് എം ടി വാസുദേവൻ നായർ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, പറയുകയാണ്.